യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ചുരുക്കമാണ് എന്നാണ് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുവിൻ. അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എന്ന് യേശു ഇന്നത്തെ വചനത്തിൽ പറയുന്നു. ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുരിശിൻ്റെ പാതയാണ്. കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും മാർഗമാണ്. അല്പം കൂടി ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ പാടുവീടുകളിലൂടെയുള്ള പാപമോചനവും രക്ഷയും. അത് ക്രൈസ്തവ സഭയുടെ പഠനമാണ്. അനേകം പേർ ആ പാതയിലൂടെ രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർ പരാജയപ്പെട്ട് പിന്മാറും. കാരണം കഷ്ടപ്പാടും വേദനയും മല്ലിട്ട് ജയിക്കുവാൻ അധികമാർക്കും സാധിക്കുകയില്ല. ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നോടത്ത് ഞങ്ങൾ ഭക്ഷിക്കുകയും പാനയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ആധുനിക പതിപ്പ് ഞങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് എല്ലാ ആത്മീയ ശുശ്രൂഷകളോടും കൂടി ആഘോഷങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആഘോഷമായ മാമോദിസ, ആഘോഷമായ ആദ്യ കുർബാന സ്വീകരണം, ആഘോഷമായ കുർബാന, ആഘോഷമായ തിരുനാൾ, അടിപൊളി കല്യാണം, അതിഗംഭീരമായ തിരുനാൾ, ആഘോഷമായ ശവോടക്ക്, ഇങ്ങനെ എല്ലാത്തിനോടും ചേർന്ന് ആഘോഷം നമ്മൾ ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്ന് ബൈബിളിൽ കാണുന്നില്ല. മാത്രമല്ല ബൈബിൾ അതിനെതിരാണ് താനും. എന്നാൽ ഇന്ന് സിറോ മലബാർ സഭയിൽ ആഘോഷങ്ങളുടെ പൊടിപൂരമാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാർഗം സ്വീകരിക്കുന്നവർ ചുരുക്കമാണ്. രണ്ടാമത്തെ മാർഗമാണ് ഇന്ന് സഭ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിറോ മലബാർ സഭയുടെയും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും അധപ്പതനത്തിൻ്റെ ആരംഭം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. സിറോ മലബാർ സഭയുടെ പല സർവേകളും സൂചിപ്പിക്കുന്നത് ആധ്യാത്മികമായും ഭൗതികമായും നമ്മൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു മാർഗം? നിങ്ങൾക്ക് രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് എന്തെങ്കിലും വ്യത്യസ്തമായ നല്ല അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. രക്ഷ എന്ന ദർശനത്തെക്കുറിച്ച് നല്ല അറിവ് ലഭിക്കുവാൻ വേണ്ട കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.